നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ജംബുദ്വീപാദികളിൽ ഭഗവത് പൂജ എന്ന 21ാമത്തെ ദശകത്തിലെ 10ാമത്തെ ശ്ലോകം. ഈ ദശകത്തിൽ 12 ശ്ലോകങ്ങളുണ്ട്. പ്ലാക്ഷേർക്കരൂപമയി ശാൽമലയിന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേമ്പുരൂപമധ വായുമയം ച ശാഗേ ത്വം ബ്രഹ്മരൂപമയി പുഷ്കരനാംനിലോകാഹ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. പ്ലാക്ഷേ അർക്കരൂപം ഐ ശാൽമലേ ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേ അംബുരൂപം അധ വായുമയം ച ശാഗേ ത്വാം ബ്രഹ്മരൂപം ഐ പുഷ്കരനാംനി ലോകാഹ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഐ ഭഗവൻ പ്ലാക്ഷേ അർക്കരൂപം ശാൽമലേ ഇന്ദുരൂപം കുശനാമനി ദ്വീപേ വന്യരൂപം ച ഭജന്തി അധ ക്രൗഞ്ചേ അംബുരൂപം ശാഗേ വായുമയം പുഷ്കരനാംനി ബ്രഹ്മരൂപം ച ത്വാം ലോകാഹ ഭജന്തി. അല്ലയോ ഭഗവൻ, പ്ലക്ഷദ്വീപിൽ ആദിത്യരൂപനായും ശാൽമലദ്വീപിൽ ചന്ദ്രരൂപനായും കുശദ്വീപിൽ അഗ്നിരൂപനായും ക്രൗഞ്ചദ്വീപിൽ ജലസ്വരൂപനായും ശാഖദ്വീപിൽ വായുരൂപനായും പുഷ്കരദ്വീപിൽ ബ്രഹ്മരൂപനായും ഇരിക്കുന്ന അങ്ങയെ ലോകങ്ങൾ വിശ്വം മുഴുവനും ഭജിക്കുന്നെന്ന് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.